ഹലോ. നമ്മൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കാൻ നേരത്ത് ആദ്യം നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ് ഒരു ബ്രാൻഡ് തുടങ്ങുക എന്നുള്ളത്. പലരും ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബിസിനസ് സ്ഥാപനം എന്ന രീതിയിൽ തുടങ്ങും, പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. നമുക്ക് മസ്റ്റായിട്ടും ഡേ വൺ മുതൽ ബിസിനസ്സിൻ്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ നമ്മുടെ അടുത്ത് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബ്രാൻഡാണ് നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ചെറിയൊരു ബിസിനസ് സ്ഥാപനമല്ല, ഒരു ബ്രാൻഡ് മസ്റ്റായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഇത് നിർബന്ധം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ഇല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബ്രാൻഡ് ഇല്ലെങ്കിലും സാധനം വിറ്റുപോയാൽ പോരെ, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ പോരെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ ബ്രാൻഡ് ഇല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അതിൽ ഒന്നാമതായിട്ട് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രാൻഡ് ഇല്ലാതെ ജസ്റ്റ് ഒരു സ്ഥാപനം പോലെ നിങ്ങൾ തുടങ്ങാൻ നേരത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മോഡിറ്റൈസേഷൻ എന്ന് പറയും. നമ്മളുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും കമ്മോഡിറ്റൈസ് ചെയ്യപ്പെടും. അതായത് ഒരു വിൽപ്പന വസ്തു അത്രേ ഉള്ളൂ, അതിന് വേറെ പ്രത്യേകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ചരക്ക് അത്രേ ഉള്ളൂ, ഒരു വിൽപ്പന വസ്തു, അതല്ലാതെ വേറെ ഒന്നും അതിന് വേറെ പ്രത്യേകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ കമ്മോഡിറ്റി സെല്ല് ചെയ്യാൻ നേരത്തെ ഒരു പ്രശ്നമുണ്ട്. കമ്മോഡിറ്റി സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റാണ് വില തീരുമാനിക്കുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതിന് മേളിലേട്ട് വില കൂട്ടി വിൽക്കൽ വലിയ പ്രയാസമായിരിക്കും ബ്രാൻഡ് ഇല്ലാത്ത ആളുകൾക്ക്. മാർക്കറ്റ് തീരുമാനിക്കുന്ന വിലക്കായിരിക്കും നമുക്ക് വിൽക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ കോസ്റ്റ് ഇപ്പോൾ കൂടി, പക്ഷെ മാർക്കറ്റ് വിലയുടെ മേളിലായിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സാധനം കമ്മോഡിറ്റിയാണ്, ഇതിന് പ്രത്യേകിച്ച് ഐഡന്റിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെയാണ് ബ്രാൻഡിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളൊരു ബ്രാൻഡായിട്ട് മാറാൻ നേരത്ത് ആ ബ്രാൻഡ് തീരുമാനിക്കും എന്താണ് ആ പ്രൊഡക്റ്റിന്റെ വില എന്നുള്ളത്. ഈ മാർക്കറ്റ് വിലക്ക് വിറ്റാലും പോരെ, എന്നാലും ലാഭം കിട്ടൂലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ കോസ്റ്റ് കൂടാൻ നേരത്ത് ഇത്തരം കമ്മോഡിറ്റികൾ നമുക്ക് ലാഭത്തിൽ വിൽക്കാൻ സാധിക്കില്ല. അധിക സമയവും നമ്മുടെ കോസ്റ്റ് മാർക്കറ്റിന് അറിയില്ല. നമ്മുടെ കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ. അപ്പം നമ്മളുടെ വിലയ്ക്ക് വിറ്റാൽ മാത്രമാണ് നമ്മളുടെ ഗ്രോസ് മാർജിൻ നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇത് കമ്മോഡിറ്റി പ്രൊഡക്റ്റുകൾക്ക് പറ്റൂല. അതാണ് പല പ്രൊഡക്റ്റുകളും ഈ ബ്രാൻഡ് ഇല്ലാതെ സെല്ല് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം. ഷൂസ് വെറും ഒരു ഷൂസായിട്ട് വെക്കാൻ നേരത്ത് സാധാരണ ഷൂസായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്ത് ആ ഒരു വിലയാണ് കസ്റ്റമർ തരാൻ തയ്യാറാവുള്ളൂ. ഇതാണ് ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതായത് നമ്മളുടെ പ്രൊഡക്റ്റിനെ മറ്റ് പ്രൊഡക്റ്റിൽ നിന്ന് മാറ്റി നിർത്തും. ബ്രാൻഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്. കമ്മോഡിറ്റൈസ് ചെയ്യപ്പെടില്ല. ഒരു കച്ചവട വസ്തു എന്നതിലുപരി വേറെ ഒന്നുമായിട്ട് നമ്മളെ കാണൂല നമുക്ക് ബ്രാൻഡ് ഇല്ലെങ്കിൽ. എന്നാൽ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഇഷ്ടമുണ്ട്, നിങ്ങളൊരു ബ്രാൻഡിനോട് ലോയലാണ്. പെപ്സി ഇഷ്ടമുള്ള ആളുകളുണ്ട്. പെപ്സിനേക്കാൾ വിലക്കുറവിൽ പല സോഫ്റ്റ് ഡ്രിങ്ക്സും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ പെപ്സി ഇപ്പോൾ ഒരു 5 രൂപ കൂട്ടിയാലും മറ്റവരിപ്പോൾ ഒരു 5 രൂപ കുറച്ചാലും നിങ്ങൾ അവരുടെ ഇത് പിക്ക് ചെയ്യൂല. പെപ്സി ഉണ്ടെങ്കിൽ നിങ്ങൾ പെപ്സി മാത്രമാണ് പിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പെപ്സിക്ക് പെപ്സിയുടെ കോസ്റ്റ് അനുസരിച്ച് പ്രൈസ് കൂട്ടാൻ പറ്റും. കാരണം എന്താ, അവർ ബ്രാൻഡാണ്. ഒരുപാട് ലോയൽ കസ്റ്റമേഴ്സ് അവർക്കുണ്ട്. ബ്രാൻഡ് ആയതുകൊണ്ടാണ് അവർക്ക് ലോയൽ കസ്റ്റമേഴ്സിനെ കിട്ടിയത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവരുടെ കോസ്റ്റിനനുസരിച്ച് അവർക്ക് വില കൂട്ടാം. മറ്റുള്ളവർ വില കുറയ്ക്കുന്നതിനെ പറ്റി അവർക്ക് വലിയ തലവേദനയില്ല. എന്നാൽ അതേസമയം നിങ്ങൾ ജസ്റ്റ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ്, വലിയ പേരോ ഇതൊന്നുമില്ല, വലിയ ബ്രാൻഡിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ വില കുറയ്ക്കുമ്പോൾ നിങ്ങളും കുറയ്ക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ കുറച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? നിങ്ങൾക്ക് സെയിൽ നടക്കില്ല, വേണ്ടത്ര സെയിൽസ് വോളിയം കിട്ടൂല. അതാണ് പ്രശ്നം. എന്നാൽ കോസ്റ്റിനനുസരിച്ച് നമുക്ക് വില കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രാൻഡുകൾക്കാണ് അധിക സമയം സാധിക്കുകയുള്ളൂ. അപ്പോൾ തുടക്കം മുതൽ തന്നെ, ബിസിനസ്സിന്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ നമ്മൾ ബ്രാൻഡിങ്ങിനെ പറ്റി ചിന്തിച്ചു തുടങ്ങണം. ഇല്ലെങ്കിൽ അപകടമാണ്. എന്താണ് ബ്രാൻഡിങ്? ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സംഗതി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പല ഡെഫിനിഷനുകൾ പലരും പറയാറുണ്ട്. ബിസിനസ് സ്കോളേഴ്സ് പല ഡെഫിനിഷനുകൾ ബ്രാൻഡിങ്ങിന് പറയാറുണ്ട്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് വേർതിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിറ്റി, ഒരു തിരിച്ചറിയൽ രേഖയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന തിരിച്ചറിയൽ രേഖയാണ് ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റുള്ളവരിൽ നിന്ന് നമ്മളുടെ പ്രൊഡക്റ്റിനെ മാറ്റി നിർത്തുന്ന ഘടകങ്ങളെല്ലാം, അത് വ്യത്യാസം വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ബ്രാൻഡിങ് എന്ന് പറയാം. മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡന്റിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ബ്രാൻഡിങ് തുടക്കം മുതൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബ്രാൻഡിങ് ഇല്ലാതെ ഒരിക്കലും നമ്മൾ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യരുത്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല കമ്പനികളൊക്കെ പൂട്ടി പോണ അവസരത്തിൽ അവരുടെ ബ്രാൻഡ് സെല്ല് ചെയ്യാൻ വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഇന്ന കമ്പനി നഷ്ടത്തിലായതുകൊണ്ട് ആ കമ്പനിയെ ഇന്ന കമ്പനി ഏറ്റെടുത്തു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് ഈ, അപ്പോൾ വാങ്ങാൻ വന്ന ആളുകൾ മണ്ടന്മാരാണോ? ഈ പൂട്ടി പോകാൻ
പൂട്ടി പോകാൻ നിൽക്കുന്ന ഈ കമ്പനീനെ, അല്ലെങ്കിൽ ഓൾറെഡി നഷ്ടത്തിലുള്ള ഈ കമ്പനീനെ എന്തിനാണ് ഇവരെ ഏറ്റെടുക്കുന്നത്? നഷ്ടത്തിലുള്ളതിനെ എന്തിനാ ഏറ്റെടുത്തിട്ട് എന്താ കാര്യം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ കമ്പനി പൂട്ടി പോകാനുള്ള കാരണം ഒരുപക്ഷെ മറ്റ് പലതും ആയിരിക്കും. അതായത് ഇന്റേണൽ പ്രശ്നങ്ങളോ ഫൈനാൻസ് നേരെ ജോബിന് മാനേജ് ചെയ്യാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു കമ്പനി ഈ പൂട്ടിപ്പോകാൻ പോകുന്ന കമ്പനീനെ വാങ്ങാൻ വരാൻ നേരത്തെ അവരുടെ ലക്ഷ്യം ഈ ബ്രാൻഡിലായിരിക്കും. അവർ ഇത്രയും 10-25 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തെടുത്തൊരു ബ്രാൻഡ് ഉണ്ട്, ആ ഒരു പേരുണ്ട്, ആ ബ്രാൻഡ് നെയിം ഉണ്ട്. അതിനിപ്പോഴും വലിയ കോട്ടൊന്നും തട്ടിയിട്ടില്ല. ആ പേര് കണ്ടു കഴിഞ്ഞാൽ കുറേ കസ്റ്റമേഴ്സ് ഇപ്പോഴും ഷെൽഫിൽ നിന്ന് അവരുടെ പ്രൊഡക്റ്റുകൾ എടുക്കും. ആ ബ്രാൻഡിനൊരു വാല്യൂ ഉണ്ട്. ആ സ്ഥാപനം ഒരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പൂട്ടിപ്പോയത്, പല പല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. ബ്രാൻഡിന് ഇപ്പോഴും മാർക്കറ്റിൽ വാല്യൂ ഉണ്ട്. ആ ലോഗോയും ആ ഒരു പേരും കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോഴും എടുക്കാനുണ്ട്. അത് ആ വലിയ കമ്പനിക്ക് അറിയാം, അതായത് വാങ്ങാൻ വന്ന കമ്പനിക്ക് അറിയാം. അതിലൂടെ അവർക്ക് മാർക്കറ്റ് ചെയ്ത് ലാഭം എടുക്കാൻ പറ്റുമെന്ന് ആ കമ്പനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് വാങ്ങാൻ വന്നത്. അതല്ലാതെ നഷ്ടത്തിൽ ഓടണ പോണ ഒരു കമ്പനീനെ വെറുതെ ഒരാൾ വന്ന് വാങ്ങൂല്ലോ. ബ്രാൻഡിന്, സ്ഥാപനത്തിന് ഒരു മൂല്യമുള്ള പോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ അസറ്റുകളിൽ പെട്ട ഒരു അസറ്റാണ് ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പേരിനും ലോഗോയ്ക്കും ഒരു മൂല്യമുണ്ട്. കസ്റ്റമേഴ്സ് അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇന്ന ബ്രാൻഡിനെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ലോയലായിട്ടുള്ളവരുണ്ടെങ്കിൽ, ഷെൽഫിൽ നിന്ന് ആ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വാല്യുബിൾ ആയിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. നിങ്ങൾ വെറുതെ ഒരു സ്ഥാപനം പോലെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആ സ്ഥാപനത്തിന്റെ കൂടെ വളർന്നതിന്, തുടക്കം തന്നെ ഒരു ബ്രാൻഡ് നിങ്ങൾ ബിൽഡ് ചെയ്ത് തരുന്നെങ്കിൽ ആ സ്ഥാപനം വളർന്നതിൻ്റെ കൂടെ തന്നെ ആ ബ്രാൻഡും വളർന്നേനെ. പക്ഷേ ആ ബ്രാൻഡിങ് നേരെ ജോയിന് ചെയ്യാത്തത് കൊണ്ട് ആ സ്ഥാപനം മാത്രമാണ് വളർന്നുള്ളൂ. ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ അവർക്കില്ല. അത് വലിയ അപകടമാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രദേശം വിട്ടു കഴിഞ്ഞാൽ അവരാരും അറിയില്ല. അതൊരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിങ് മസ്റ്റായിട്ടും ഡേ 1 മുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു പേരെങ്കിലും നിങ്ങളൊരു ചെറിയൊരു സ്റ്റിക്കർ അടിച്ചിട്ടെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഒട്ടിച്ചു വെക്കണം. തുടക്ക സമയത്ത് എല്ലാ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും തുടക്കത്തിൽ ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റിക്കർ അടിച്ച് നിങ്ങളുടെ ആ ഒരു ബ്രാൻഡിനെ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഈ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ. ഇനി ബ്രാൻഡിനെ മറ്റു ബ്രാൻഡുകളിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഘടകം നമുക്ക് വേണം. പലപ്പോഴും നിങ്ങൾ പുസ്തകങ്ങളിലെല്ലാം വായിച്ചിട്ടുണ്ടാവും, അതിന് പല പേരിൽ അറിയപ്പെടും. യുണീക്ക് സെല്ലിംഗ് പോയിന്റ്, യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ, അങ്ങനെ പല രീതിയിൽ ബിസിനസ് ബുക്കുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് നമ്മളിൽ നിന്ന് കസ്റ്റമർ വാങ്ങണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഒരുപാട് ബ്രാൻഡുകളുണ്ടല്ലോ, എന്തിന് നമ്മളിൽ നിന്ന് വാങ്ങണം എന്ന ചോദ്യത്തിനൊരു ഉത്തരം നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഈ യുണീക്നെസ് ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമർ, ആ യുണീക്നെസ് വളരെ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും. സ്ട്രോങ് ആയിട്ടുള്ള ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് നമുക്കുണ്ടെങ്കിൽ കസ്റ്റമറുടെ പർച്ചേസിങ് ഡിസിഷനിന് അത് കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് സെയിൽ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അതാണ് യുണീക്ക് സെല്ലിംഗ് പോയിന്റിന്റെ ഒരു ഗുണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിസ്സയുടെ ഒക്കെ പരസ്യത്തിൽ നമുക്ക് കാണാം, ഡോമിനോസിന്റെ ഒക്കെ 30 മിനിറ്റോ അതിനുള്ളിലോ ഡെലിവറി ചെയ്യും, ഇല്ലെങ്കിൽ അത് ഫ്രീ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് അവർ നൽകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങളുടെ പല പ്രൊഡക്റ്റിലും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ അത് ഇതുപോലെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആക്കി മാറ്റി അതങ്ങോട്ട് പബ്ലിക്കലി പറയാൻ ഒരു പേടിയാണ് പലർക്കും. അത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമാക്കാൻ പലർക്കും സാധിക്കാറില്ല. കാരണം പേടിയാണ്. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് അങ്ങോട്ട് പബ്ലിക്കലി പറയാം. വന്നാൽ എത്ര കസ്റ്റമേഴ്സ് റിട്ടേൺ വരും? ചുരുക്കം കസ്റ്റമേഴ്സാണ് റിട്ടേൺ വരുള്ളൂ. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആക്കി മാറ്റി അത് നിങ്ങളുടെ ഒരു ബ്രാൻഡ് സ്ലോഗൺ ആക്കി മാറ്റണം. 2 കൊല്ലത്തിനുള്ളിൽ ഈ പ്രൊഡക്റ്റിന് ഒന്നും പറ്റൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ 1 വർഷത്തെ ഗ്യാരണ്ടിയും കൊടുത്തേക്കുക. 1 വർഷത്തിനുള്ളിൽ ഇതിനെന്ത് സംഭവിച്ചാലും തിരിച്ചു കൊണ്ടുവരിക, പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ തിരിച്ചു വെക്കും, പുതിയതായിട്ട് തിരിച്ചു വെക്കുക. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. കസ്റ്റമേഴ്സിന് പല സമയത്തും കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാത്തതിൻ്റെ ഒരു കാരണം പേടിയാണ്. ആ പേടി കസ്റ്റമറിൽ നിന്ന് അങ്ങ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് തരും. ആ പേടി നിങ്ങൾ അങ്ങോട്ട് മാറ്റിയാൽ മതി. നിങ്ങളുടെ പ്രൊഡക്റ്റിന് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു ബ്രാൻഡ് സ്ലോഗൻ പോലെ നിങ്ങൾ പറയാം. 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചു കൊണ്ടുവന്ന പുതിയ പ്രൊഡക്റ്റായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. വന്ന പ്രൊഡക്റ്റ് കംപ്ലൈൻറ്റ് മാറ്റി തരുമെന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സ് മാറ്റി തരുമെന്നല്ല, പുതിയ പ്രൊഡക്റ്റ് ഞങ്ങൾ തന്നോളൂ. ഇതിന് ഇന്ന കാരണങ്ങൾ കൊണ്ട്, അതിനൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ വെക്കണം. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആണ്. കസ്റ്റമറുടെ മനസ്സിൽ നിന്ന് പേടി നിങ്ങൾ എടുത്തു കളയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വില കൂട്ടിയാലും കസ്റ്റമേഴ്സ് മറ്റ് ബ്രാൻഡുകളുടെ അടുത്തേക്ക് പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ
ഇവിടെ ഇത്രയും ഗ്യാരണ്ടി കൊടുക്കുകയാണ്. പല രീതിയിലാവും. പിന്നെ ഈ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്, ഈ ബ്രാൻഡ് സ്ലോഗൻ നിങ്ങൾ എല്ലാ ബ്രാൻഡ് എലമെന്റുകളിലും നിങ്ങൾ കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരസ്യത്തിൽ നിങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കണം, സോഷ്യൽ മീഡിയ പേജുകളിൽ കൊടുക്കണം, പാക്കേജിങ്ങിൽ കൊടുക്കണം. അങ്ങനെ എവിടെയൊക്കെ നിങ്ങളുടെ ബ്രാൻഡ് വരുന്നുണ്ടോ അതിൻ്റെ എല്ലാം താഴെ ഈ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്, ആ ബ്രാൻഡ് സ്ലോഗൻ കൊടുത്തിരിക്കണം. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം. അങ്ങനത്തെ ആ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കും. നിങ്ങളുടെ വില മറ്റുള്ളവരെയൊക്കെ കൂടുതലാണെങ്കിൽ കൂടി. അതാണ് ബ്രാൻഡിന്റെ ഗുണം. കമ്മോഡിറ്റി അല്ല അത്, അതൊരു ബ്രാൻഡാണ്, അതൊരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണ് ഇപ്പൊ ലക്ഷറി ബ്രാൻഡുകളൊക്കെ ചെയ്യണം. അങ്ങനെയാണ് പ്രിസീവ്ഡ് വാല്യൂ എന്ന് പറയും. ബ്രാൻഡുകൾക്കുള്ള ഒരു സംഗതിയാണ് പ്രിസീവ്ഡ് വാല്യൂ. ചിലപ്പോൾ ആ കമ്മോഡിറ്റി സെയിം കമ്മോഡിറ്റി തന്നെയാണ്, അത് ചെറിയ കളറൊക്കെ മാറ്റി ഒരു പാക്കേജിംഗ് ഒക്കെ ചെയ്ത് ഇറക്കിയേക്കണെയാണ്, അല്ലാതെ വലിയ വ്യത്യാസമൊന്നും അതിലില്ല. പക്ഷേ പ്രിസീവ്ഡ് വാല്യൂ അതിനുണ്ട്. എന്താണ് ഈ പ്രിസീവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ പലർക്കും അത് മനസ്സിലായിട്ടുണ്ടാവില്ല. പ്രിസീവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഫീലിങ്സിന്റെ ബേസിൽ ഉണ്ടാക്കിയെടുക്കുന്ന വാല്യൂ ആണ്. അതായത് തെളിവിന്റെ അടിസ്ഥാനത്തിലോ മറ്റ് ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലോ അല്ല. അതായത് കസ്റ്റമർക്ക് അങ്ങനെ അങ്ങോട്ട് തോന്നുന്നു, ആ ഫീലിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റമർ മേക്ക് ചെയ്യുന്ന വാല്യൂ ആണ്. സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കസ്റ്റമർ അത് ആ ബ്രാൻഡ് നെയിം ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക വാല്യൂ ആണ്. ഇപ്പൊ റോൾസ് റോയ്സ് കാറിന്റെ എഞ്ചിൻ BMW ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ രണ്ട് വാഹനങ്ങളും ഓടിച്ചിട്ടുള്ളവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BMW ഏതോ ഒരു സീരീസ് ഞാൻ ഓർക്കണില്ല, അതിന്റെ സെയിം എഞ്ചിൻ തന്നെയാണ് റോൾസ് റോയ്സ് ഫാൻറ്റത്തിന്റെ അകത്തിരിക്കുന്നത്. സെയിം കാറ് തന്നെയാണ്, ഏറെക്കുറെ സെയിം, ഒരു 80% സെയിം ഫീലിംഗ് ആണെന്ന് പറയുന്നുണ്ട് അത് ഓടിച്ചിട്ടുള്ള ആളുകൾ. എനിക്കറിയില്ല, അത് ഓടിച്ചിട്ടുള്ളവർ പറയണതാണ്. പക്ഷേ ഈ BMW ഈ സീരീസിന് $1,00,000 ഉള്ളൂ. പക്ഷേ റോൾസ് റോയ്സ് ഫാൻറ്റം എനിക്ക് തോന്നുന്നത് $5,00,000 എന്തോ, 5 മടങ്ങ് എന്തോ വില കൂടുതലാണ്. പക്ഷെ 5 മടങ്ങ് വില കൊടുത്തു അത് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ മനസ്സിലുള്ള ഒരു പെർസീവ്ഡ് വാല്യൂ ആണ്. അത് ലക്ഷറീനെ കാണിക്കുന്ന ഒരു ബ്രാൻഡാണ് റോൾസ് റോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. BMW അങ്ങനെയല്ല, പ്രീമിയം ആണെങ്കിലും ലക്ഷറി പ്രൊഡക്റ്റ് അല്ല BMW. അവർക്ക് ഉണ്ടായിരിക്കാം, ലക്ഷറി ക്ലാസ്സിൽ വാഹനങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അധിക സമയം അതൊരു പ്രീമിയം മോഡലായിട്ടാണ് പലരും കാണുന്നത്. അതാണ് പെർസീവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ എഞ്ചിനെല്ലാം സെയിം ആയിരിക്കാം, സെയിം പവറും സെയിം ടോർക്കും എല്ലാം സെയിം ആയിരിക്കാം, പക്ഷേ കസ്റ്റമറുടെ ഫീലിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രൈസ് കൂട്ടി, എന്നിട്ടും കസ്റ്റമേഴ്സ് അത് വാങ്ങുന്നു. അതാണ് പെർസീവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കണക്കുകളൊക്കെ വെച്ചൊരു ചാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇത്ര പവർ, ഇതിന് ഇത്ര പവർ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കസ്റ്റമറുടെ ഫീലിങ്സിന്റെ അടിസ്ഥാനത്തിൽ അതവിടെ പർച്ചേസിങ് ഡിസിഷൻ കസ്റ്റമർ എടുത്തു. ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു കമ്മോഡിറ്റി, ഒരു പ്രൊഡക്റ്റിന് ഒരു വിലയുണ്ട് മാർക്കറ്റിൽ, ഒരു നിശ്ചിത ഒരു വില. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഷൂസ് 250 രൂപ മുതലൊക്കെ ഷൂസ് കിട്ടുമെന്ന് തോന്നുന്നു. ഈ 250 രൂപക്ക് ഒരുപാട് ഷൂസ് മാർക്കറ്റിലുണ്ട്, 300 രൂപക്കെല്ലാം കിട്ടും, ഓൺലൈനിലെല്ലാം കിട്ടും. കടകളിൽ കിട്ടുമെന്ന് അറിയില്ല, ഓൺലൈനിൽ എന്തായാലും കിട്ടും. 250-300 എന്തായാലും ഷൂസ് കിട്ടും. അപ്പൊ ഈ ഷൂസ്, നിങ്ങളൊരു ഷൂസിന്റെ ബ്രാൻഡ് തുടങ്ങാൻ നേരത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ സെയിം പ്രൈസ് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് കൊടുക്കേണ്ടത്. അവിടെ എന്താന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ വീണ്ടും കമ്മോഡിറ്റി ആയിട്ട് മാറും. കമ്മോഡിറ്റിനേക്കാളും ടോപ്പിലായിരിക്കണം നിങ്ങളുടെ വില. നിങ്ങളുടെ പ്രൈസ് എപ്പോഴും ആ കമ്മോഡിറ്റിനേക്കാൾ മേളിൽ നിൽക്കണം, എന്നാലാണ് ബ്രാൻഡിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ഈവൻ നിങ്ങൾക്ക് ആ വിലക്ക് വിൽക്കാൻ സാധിച്ചാലും നിങ്ങൾ ആ വിലക്ക് വിൽക്കരുത്. നിങ്ങളുടെ പ്രൈസ് ഒരു ബ്രാൻഡിന്റെ സ്റ്റാൻഡേർഡിലുള്ള പ്രൈസിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ബ്രാൻഡ് എന്ന് പറഞ്ഞാലും കസ്റ്റമർ നിങ്ങളെ ബ്രാൻഡായിട്ട് അംഗീകരിക്കില്ല. കാരണം കമ്മോഡിറ്റിയുടെ സെയിം വില തന്നെയാണ്. ഉദാഹരണത്തിന് റണ്ണിങ് ഷൂസ് ആണെന്ന് വിചാരിക്കുക. നല്ല റണ്ണിങ് ഷൂസ് ആണ്, സ്ഥിരം ഓടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു റണ്ണിങ് ഷൂസ് വേണം. അപ്പൊ ഈ റണ്ണിങ് ഷൂസ് ഒരു കസ്റ്റമർ വാങ്ങാൻ നേരത്ത് കസ്റ്റമർ പലതും നോക്കും. നിങ്ങൾ പറയാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, ഞങ്ങൾ നല്ല രീതിയിൽ ഇതിൽ റിസർച്ചും ഡിസൈനും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്, R&Dക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പലതൊക്കെ പറഞ്ഞാലും എന്നിട്ട് നിങ്ങൾ പറയുകയാണ് 250 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ പറയും ഇത് റണ്ണിങ് ഷൂസ് അല്ല. റണ്ണിങ് ഷൂസ് 250 രൂപക്ക് കിട്ടൂല, നല്ല റണ്ണിങ് ഷൂസ് എന്തായാലും ആ വിലക്ക് കിട്ടൂല. അപ്പൊ എത്രയാണോ മാർക്കറ്റിൽ നല്ല ബ്രാൻഡുകൾ ഇടുന്ന ആ റേറ്റിൽ തന്നെ നിങ്ങൾ പിടിക്കണം. ഒരിക്കലും വില കുറച്ച് വെക്കാൻ നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ മനസ്സിൽ സംശയം വരും. കാരണം വില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഇത് മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ കുത്തനെ ഇടിക്കാൻ നേരത്ത്
രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ഗ്രോസ് മാർജിൻ ഇടിഞ്ഞു പോകും. ഗ്രോസ് മാർജിൻ ഇടിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാലോ, നഷ്ടത്തിൽ കലാശിക്കും. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞിരുന്നു, ഹൗ ടു സെൽ അറ്റ് മാർജിൻസ് ഹയർ ദാൻ യുവർ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഗ്രോസ് മാർജിൻ ഇടിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിന്റെ പുസ്തകം ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ഇഷ്ടമുള്ളവർക്ക് വായിക്കാം. അത് ഇത് കിട്ടൂല, ഗ്രോസ് മാർജിൻ കിട്ടൂല. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ നിങ്ങളൊരു മൂല്യമുള്ള ബ്രാൻഡായിട്ട് കാണൂല. ഈ എന്താ പറയുക, ചീപ്പ് പ്രൈസിൽ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാൻഡിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങളുടെ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഉയർത്തണം. ഇത് എങ്ങനെയെല്ലാം നമുക്ക് മാർക്കറ്റിൽ വ്യത്യസ്തമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം നമ്മൾ തുടക്കം മുതലേ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബ്രാൻഡിന് മൂല്യം ഉണ്ടാവും. ആ ബ്രാൻഡ് വേറൊരാൾക്ക് വിൽക്കാൻ വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്ഥാപനം നല്ല രീതിയിൽ കുറേ ആളുകൾക്ക് ആ ബ്രാൻഡ് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ബ്രാൻഡിന് മൂല്യമുണ്ട്. തുടക്കം മുതലേ എങ്ങനെയെല്ലാം നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും അങ്ങനെയെല്ലാം നമ്മൾ നിൽക്കാം. ഇനി ഒരു രീതിയിൽ നമുക്ക് ആ പ്രൊഡക്റ്റിനെ വ്യത്യാസപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുക. അതായത് ആ വ്യക്തി ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത് കൊണ്ട് ആ പ്രൊഡക്റ്റിന് മൂല്യം ഉണ്ടെന്നുള്ള രീതിയിലാക്കി മാറ്റാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് തെളിവുകൾ അതിനുണ്ട്. പല ആളുകളും പല പ്രൊഡക്റ്റുകളും വിൽക്കുന്നുണ്ട്. പക്ഷെ അതേ സെയിം പ്രൊഡക്റ്റ് തന്നെ വേറൊരാൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങില്ല. പക്ഷെ ആ വ്യക്തി നിന്ന് പറയുന്നത് കൊണ്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ ചെയ്ത് പലരും വെക്കുന്നുണ്ട്. പ്രൊഡക്റ്റിന് വലിയ ബ്രാൻഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല, കാരണം വലിയ വ്യത്യാസമൊന്നും അതിനില്ലാത്തതുകൊണ്ട് ഈ വ്യക്തി നിന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് അയാളുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ പ്രൊഡക്റ്റിൽ ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസമൊന്നും വരുത്താൻ പറ്റിയില്ലെങ്കിലും നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റാണ്, അതിന് വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ വരുത്താൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിക്ക് ചില വ്യത്യാസം, നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു യൂണീക്നെസ് ഉണ്ടല്ലോ, അതൊരു വ്യത്യാസമായിട്ട് കസ്റ്റമർ കണ്ടുകൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ബ്രാൻഡിങ്ങിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. പിന്നെ ഒരു കാര്യം, ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് അല്ല. അത് നമ്മുടെ ലീഗലി നമ്മളുടെ ആരെങ്കിലും ബ്രാൻഡ് നെയിം ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് കൊടുക്കാനുള്ളൊരു സംഗതിയാണ്. അതല്ലാതെ അതുകൊണ്ട് വേറെ ഗുണമില്ല. തുടക്കം എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം. 6000 സംതിങ് എന്താണ് ഒരു ക്ലാസ്സിലെ ട്രേഡ് മാർക്ക് എടുക്കാനുള്ളത്. എടുക്കാൻ സാധിക്കുന്നവർക്ക് അതെടുക്കാം. നല്ല രീതിയിൽ അത് മൂവ്മെന്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എടുക്കണതാണ് നല്ലത്. അത് ഞാൻ എൻ്റെ കൂടെ പറയുന്നത്. അതൊക്കെ ഒരു വശം, അതൊക്കെ ലീഗൽ വശങ്ങളാണ്. അത് നമുക്ക് ശരിക്കും വേണ്ടത് ബിസിനസ് സൈഡാണ് നമ്മൾ നോക്കേണ്ടത്. ആ ബ്രാൻഡിനെ നമ്മൾ ഒരു യുണീക്നെസ് കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.